അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. BJP പാഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ചിറങ്കോണത്ത് നിർവഹിച്ചു. സംസ്ഥാന സമിതി അംഗം IN രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ചിറങ്കോണത്ത് BJP പാഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. BJP സംസ്ഥാന സമിതി അംഗം IN രാജേഷ് പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ വിധി നിശ്ചയിക്കാൻ പോവുകയാണ്. ചരിത്രപരമായ ഒരു തെരഞ്ഞെടുപ്പായി മാറുവാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. 2024 ഉപതെരഞ്ഞെടുപ്പ് വരെ ചേലക്കര നിയോജക മണ്ഡലത്തിന് ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ പ്രാധാന്യമൊന്നും ആരും കൽപ്പിക്കുന്നില്ല. പക്ഷേ 2024 ഉപതെരഞ്ഞെടുപ്പിൽ അതിനു മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിനേക്കാൾ 10,000 വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കേരള രാഷ്ട്രീയത്തിൽ ഒരു അത്ഭുതം ഈ ചേലക്കരയിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നമ്മൾ പറയുന്നതല്ല, രാഷ്ട്രീയ എതിരാളികളും മറ്റ് മാധ്യമ സുഹൃത്തുക്കൾ പോലും നമ്മളെക്കുറിച്ച് ഈ ഒരു 10,000 വോട്ടിൻ്റെ വർധനവല്ല, മറിച്ച് ഒരു 10,000 - 5,000 വോട്ട് കുറയും എന്നുള്ള ഒരു വിധിയെഴുത്തായിരുന്നു അവർ പറഞ്ഞിരുന്നത്. കാരണം ആ സമയത്തും ഇവിടെ പ്രവർത്തിക്കുവാൻ ഒരു ഭാഗ്യം ലഭിച്ചൊരു പ്രവർത്തകനാണ് ഞാൻ. നമ്മൾ പല പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ, നമ്മൾ മാധ്യമത്തിൻ്റെ ബന്ധപ്പെട്ട സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അവരെല്ലാം പറഞ്ഞത് ഉപതെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി യാതൊരു തരത്തിലും സ്കോർ ചെയ്ത ചരിത്രമില്ല. പ്രത്യേകിച്ചും ഇത് CPM-ന്റെ സിറ്റിംഗ് സീറ്റ്, മന്ത്രിയുള്ള സീറ്റ്, ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മൾ ഒരു പരിഭവവും കൂടാതെ നമ്മൾ പ്രവർത്തിച്ചു. എല്ലാവരും, മുഴുവൻ പ്രവർത്തകരും തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിച്ചു. കാരണം ജയസാധ്യതയില്ലാത്ത ഒരു പാർട്ടിക്ക്, ജയിക്കുമെന്നൊരു പ്രതീക്ഷയില്ലാത്തൊരു പാർട്ടിക്ക് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ നിഷ്പക്ഷമായ വോട്ടുകൾ ലഭിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പാഞ്ഞാൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കുന്നത്ത് രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ബൂത്ത് ഇൻചാർജർമാരും ബൂത്ത് പ്രസിഡന്റുമാരുമായിട്ടുള്ള ആളുകൾക്ക്, പങ്കെടുത്ത ആളുകൾക്ക് അറിയാം നമ്മൾ എന്തുമാത്രം വർക്ക് നടന്നിട്ടുണ്ട്, ഇനി ഇവിടെ ഞങ്ങൾ എന്തുമാത്രം ചെയ്യണം. ഓരോ മീറ്റിങ്ങുകളും പങ്കെടുക്കുന്നവർക്ക് അതിന് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ പരമാവധി വോട്ട് പിടിക്കാനുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും നമ്മുടെ മേലിലുള്ള മേൽഘടകങ്ങൾ, കമ്മിറ്റികൾ, ഭാരവാഹികൾ നമ്മൾ പല പല ക്ലാസ്സുകളും പല മീറ്റിങ്ങുകളും നമുക്ക് സംഘടിപ്പിക്കേണ്ടായി. ഇനി ഏതാനും വിരലിൽ എണ്ണാവുന്ന ദിവസമേ നമുക്ക് ബാക്കിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ മണ്ഡലം വിജയിക്കാൻ പോകുന്ന ഈ ചേലക്കര നിയോജക മണ്ഡലത്തിൽ ബാക്കിയുള്ള വോട്ട് കൂടെ സംഘടിപ്പിക്കാനായിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം എന്ന് വീണ്ടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. NDA സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ, OBC മോർച്ച തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് PS കണ്ണൻ, വൈസ് പ്രസിഡന്റ് TV രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കൂടാതെ ചെറുതുരുത്തി മണ്ഡലം പ്രഭാരി സുഭാഷ് ഷാദൂർ, ചേലക്കര പ്രഭാരി വിനയൻ, ചെറുതുരുത്തി മണ്ഡലം പ്രസിഡന്റ് MA രാജു തുടങ്ങിയ പ്രമുഖ നേതാക്കളും നിരവധിയായ പ്രവർത്തകരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി CC രാജൻ, സെക്രട്ടറി സുരേന്ദ്രൻ എന്നിവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് CCV.